ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് ബറാത്തിന് കണ്ണൂർ ഭാഗത്തിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഗോതമ്പ് പായസമാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലപ്പരിപ്പും ഗോതമ്പുമാണ്. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ കുത്തിയെടുത്ത ഗോതമ്പില്ലേ, നമ്മൾ അലസക്കല്ല് എടുക്കുന്ന ആ ഒരു ഗോതമ്പാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പും 1.5 കപ്പ് കടലപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഞാൻ 1 മണിക്കൂർ മുന്നേ കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചതാണ്. ഇനി നമുക്ക് ഈ ഗോതമ്പ് വെള്ളമെല്ലാം ഒന്ന് വാർത്ത് കളഞ്ഞതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഗോതമ്പ് എടുത്തതിന് ഡബിൾ സൈസായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. 6 മുതൽ 7 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് പായസത്തിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കാം. അതിനുവേണ്ടി ഞാനിത് 1 തേങ്ങയും അതേപോലെ തന്നെ 1 പകുതി, അതായത് 1.5 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിൽ ഒപ്പര അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, 2 ഭാഗമായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട്. ഈ പാത്രത്തിലുള്ളത് തേങ്ങയുടെ 1-ാം പാലാണ്, നല്ല കട്ടിയുള്ള പാലാണ്. ഇതിൽ 2-ാം പാലാണുള്ളത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഗോതമ്പ് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രഷറിലും പോയതിന് ശേഷം അത് തുറന്നു നോക്കാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ പ്രഷർ കുക്കറിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ച കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് മുങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കറക്റ്റ് 2 വിസിൽ ആയിട്ടുണ്ട്, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതും മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെല്ലമാണ്. വെല്ലത്തിന് പകരം പഞ്ചസാര ഉപയോഗിച്ചിട്ട് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം വെല്ലം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പായസം വെക്കുന്നത്. 1 കിലോന് 100 ഗ്രാം കുറവായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെല്ലം എടുത്തിട്ടുള്ളത്, അതായത് 900 ഗ്രാം. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക്, ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ വെള്ളം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ വെള്ളം നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പില്ല, ആ കടലപ്പരിപ്പിൽ വെള്ളമൊന്ന് വാർത്ത് കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഗോതമ്പിലെ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ എനിക്ക് കറക്റ്റായിട്ടുള്ള മധുരമാണ് പറഞ്ഞിട്ടുള്ളത്, 900 ഗ്രാം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങയുടെ 2-ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം തിളച്ചിട്ട് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബറാത്തിന് കണ്ണൂർക്കാർ എന്തായാലും ഗോതമ്പ് പായസം ഉണ്ടാക്കും, അത് നിർബന്ധമാണ്. പിന്നെ പല സ്ഥലങ്ങളിലും പല തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പഞ്ചസാര ഇട്ടിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ അങ്ങ് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ലൂസ് പോലെല്ലാം തോന്നുമെങ്കിലും നല്ലോണം ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ആ ഏലക്ക ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി.
ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്താൽ മധുരം ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. ഈ പായസം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം കഴിക്കാനാണ് നല്ല രസം. അതേപോലെ തന്നെ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും ഇത് കഴിക്കും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടി മുന്തിരി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. സെർവ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.